മലയാളികൾ ആരും തന്നെ സുരക്ഷിതരല്ല. ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ദിനം പ്രതി പല വിധത്തിൽ നമ്മുടെ പൈസ അടിച്ചു മാറ്റാൻ പല വിധത്തിൽ ലക്ഷങ്ങളാണ് ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് പൈസ നഷ്ടമാകുന്നത്. എന്താണ് സംഭവം ഉണ്ടായത്? എനിക്ക് 2 ദിവസം മുമ്പ് കഴിഞ്ഞ 9-ാം തീയതി പിന്നെ ഒരു മെസ്സേജ് വന്നു RTO ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. അത് ഓപ്പൺ ചെയ്ത സമയത്ത് ഫോൺ ഹാങ്ങായി ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ആയിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിലെ പൈസ പോയി. മെസ്സേജ് വരെ വന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് RTOന്റെ RTOയുടെ വാട്സാപ്പ് മെസ്സേജ് ഒന്നും എനിക്കറിയാം RTOയിൽ വരില്ല. പക്ഷെ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും തുറക്കാൻ. ആ ആകാംക്ഷ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തോട് കൂടി ഫോൺ ഹാങ്ങായി. ഫോണിൽ നിന്ന് ക്യാഷ് പോയ മെസ്സേജ് വരെ വന്നില്ല. പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് ക്യാഷ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാങ്കിൽ വിളിച്ചപ്പോൾ ഓൾമോസ്റ്റ് 0 ബാലൻസിൻ്റെ റേഞ്ചിലാണ് വന്നത്. അത്ര ഉള്ളതായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഗ്രൂപ്പുകളിലിട്ട് വോയിസ് ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് 1-2 ആൾക്കാർ വിളിച്ചു. ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പൈസ പോയിട്ടുണ്ട്. എനിക്ക് 2 ആൾ വിളിച്ചാണ് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞു. അവനോട് പറഞ്ഞു പിന്നെ എനിക്കിങ്ങനെ വന്ന് കിടക്കേണ്ട എന്താ ചെയ്യണം. ഞാൻ അടുത്തേക്ക് പറഞ്ഞു ഓപ്പൺ ചെയ്യല് തൊടല് പെട്ടെന്ന് സിം ഊരിയിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി. വാട്സാപ്പിലാണ് ഈ സാധനം വരുന്നത്. വാട്സാപ്പിലാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ വേറെ ഒരു അവർ വിളിക്കുന്നുണ്ട്. നിങ്ങളെ വിളിച്ചോ? ഇല്ല, വിളിച്ചിട്ടില്ല. വേറൊരാള് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ ആൾ ഇപ്പോൾ എനിക്ക് വിളിച്ചു. ഇങ്ങനെ തുറക്കാത്തതുകൊണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ തുറക്കുമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. ഇത് കേരളത്തിൽ നിന്നല്ല അല്ലെ തട്ടിപ്പ് നടക്കുന്നത്? കേരളത്തിന്റെ പുറത്താണ്. പിന്നെ അതിൽ എനിക്ക് വേറെ ഡൗട്ട് ഉണ്ട്. ഇപ്പം നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് എടുത്ത ഒരു ബാങ്ക് ഉണ്ടല്ലോ, ഈ ബാങ്കിൽ ഒരു ഫ്രോഡ് ഇരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ പൈസ പോയെന്നുള്ള ലെവലിൽ ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം നമ്മളെ പിൻകോഡ് ഫുള്ള് ഡീറ്റെയിൽസ് അവർക്ക് പിൻകോഡ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അതാണല്ലോ പിൻകോഡ്. അതിൻ്റെ പേഴ്സണൽ അല്ലേ. ഇതെങ്ങനെ വേറൊരാൾക്ക് കിട്ടി? ഈ ആപ്പ് തുറക്കണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഇതെങ്ങനെ വേറൊരാൾക്ക് കിട്ടി? ഇത് ബാങ്ക് സെർവറായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് കിട്ടൂല. അത് ബാങ്കിൽ ഇന്ത്യയിൽ എവിടെയുള്ള ഒരു ബാങ്കിൽ ഒരു ഫ്രോഡ് ഇരിക്കുന്നുണ്ട്. എല്ലാ ബാങ്കിലും ഒരു ഫ്രോഡ് ഉണ്ട്. ആ ഫ്രോഡാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരെ പിന്നിൽ ഈ ബാങ്കിലുള്ള ആളുകൾ. അതുപോലെ തന്നെ ഒരു മെസ്സേജ് വന്ന വ്യക്തിയിലെ ഷാജഹാൻ, മഞ്ചേരി തന്നെയുള്ള ഷാജഹാൻ വന്ന ഒരു സംഭവമാണ്. കണ്ടോ, ഇതാണ് സംഭവം. ഇതെനിക്ക് ക്ലിയർ ആയിട്ട് കാണിക്കും. ഇത് എനിക്ക് 4 ദിവസം മുമ്പ് എന്റെ സ്റ്റാഫുകളുടെ ഗ്രൂപ്പിൽ വന്നതാണ്. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം RTO ചെലാൻ പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ആണ്, ഓണാക്കിയ ക്യാഷ് പോകുന്നുണ്ട്. ആ ക്യാഷ് പോയ ആളെയാണ് ഇപ്പൊ നമ്മളിപ്പോ മീറ്റ് ചെയ്തത്. അയാളുടെ അനുഭവം പറഞ്ഞാണ്. ഒരു മിനിറ്റ് കാണിച്ചു തരാം. അതാ ഇന്ന് എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇപ്പൊ ഇന്ന് എനിക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? പ്രിയ അഗർവാൾ ഈ പ്രിയ അഗർവാൾ ആളിന്റെ ചലാൻ 500 ആപ്പ് ഒരു ആപ്പാണ്. അപ്പൊ ഈ ആപ്പ് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് 2:30 മണിക്ക് എനിക്കൊരു കോൾ വരുന്നേ, സാർ നിങ്ങൾ കല്ലേതോടൻ ഏജൻസീസിന്റെ ഓണർ ഷാജഹാൻ കല്ലേതോടനല്ലേ? ഞങ്ങൾ ജസ്റ്റ് ഡയൽ നിന്നാണ്, പ്രിയ അഗർവാൾ ആണ്. ഞങ്ങൾ നിങ്ങളിലേക്ക് ഒരു 4 മണിക്കൂർ മുമ്പ് ഒരു ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. അത് ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിൽ. ഇംഗ്ലീഷ് മലയാളികളല്ല മനസ്സിലാവും.